Hi friends, welcome to class coaching. In we discuss the topic timber. Timber is nothing but the wood used for building and other engineering purposes. It is obtained from the trunk of trees. Trees gives the different types of timber which can be used for different kinds of work. അപ്പോൾ ഒരു ടിമ്പർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ്സ് എ വുഡ്, അതൊരു വുഡ് തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ബിൽഡിംഗ് ആൻഡ് അതർ എഞ്ചിനീയറിംഗ് പർപ്പസ്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ടിമ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ട്രങ്ക് ഓഫ് ട്രീസ്. ട്രങ്ക് ഓഫ് ട്രീസിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ട്രീനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ബ്രാഞ്ചസ്, അതായത് ക്രൗൺ കാണും. ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടായിട്ട് അവിടെ റൂട്ട്സ് ഉണ്ട്. അതിന് ഇടയിലായിട്ട് ആ മിഡിലായിട്ട് വരുന്ന ആ ഒരു പോർഷനെയാണ് ട്രങ്ക് ഓഫ് ട്രീസ് എന്ന് പറയുന്നത്. ആ ഒരു ട്രങ്ക് ഓഫ് ട്രീസിൽ നിന്നാണ് ഈ ഒരു ടിമ്പറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Trees gives different types of timber which can be used for different kinds of work. പല ടൈപ്സിലുള്ള ടിമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയെല്ലാം പല ടൈപ്സ് വർക്ക്സിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. Then classification of trees. Treesനെ മെയിൻലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first one is exogenous trees. These trees grows outwards and have distinct consecutive annular rings in the horizontal section. ഈ ഒരു exogenous trees എന്ന് പറയുമ്പം ഈ trees which grow outwards, പുറത്തോട്ടായിരിക്കും അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതായത് ഒരു വിഡ്ത്ത് വൈസ് ആയിരിക്കും ആ ഒരു ഗ്രോത്ത് ഈ ട്രീസിന് ഉണ്ടാകുന്നത്. will have the distinct consecutive annular rings. അതിന് വിസിബിൾ ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആനുലർ റിങ്സും ഉണ്ട്. They can be further divided into, ഇതിനെ പിന്നെയും ഈ ഒരു എക്സോജീനിയസ് ട്രീസിനെ പിന്നെയും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സോഫ്റ്റ് വുഡ്. സോഫ്റ്റ് വുഡിന് എക്സാമ്പിൾ ആണ് ഡിയോഡർ, കൈൽ, പൈൻ എക്സെട്ര. ഇതെല്ലാം സോഫ്റ്റ് വുഡിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ് വുഡ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മൾ സാധാരണ കാണുന്ന മഹാഗണി, ഓക്ക്, തേക്ക് ഇതൊക്കെ ആയിരിക്കും അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. The timber mostly used for engineering purposes comes from this exogenous trees. നമ്മൾ മോസ്റ്റ് ഓഫ് ദ നമ്മളുടെ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിമ്പേഴ്സും ഈ ഒരു എക്സോജീനിയസ് ട്രീസിന്റെ ആ ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത്. Then classification of treesന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് endogenous trees. These trees grows inwards and fibrous mass can be seen in their longitudinal section. ഈ ടൈപ്സ് ഓഫ് ഈ ഒരു എൻഡോജീനിയസ് ട്രീസ് എന്ന് പറയുമ്പം എൻഡോ വിച്ച് മീൻസ് ഗ്രോത്ത് വിച്ച് ഓക്വേഴ്സ് ഇൻവേർഡ്സ്, അകത്തോട്ടായിരിക്കും ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. ആൻഡ് ദേ ആർ ദ ഫൈബറസ് മാസ്, ഫൈബേഴ്സ് ഉള്ള മാസ് ആണ്. ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് ഇൻ ദർ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ, അതിൻ്റെ ഒരു ലെങ്ത് വൈസ് ആയിട്ട്. അപ്പം ഈ ടൈപ്സ് ഓഫ് ട്രീസിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ലെങ്ത് വൈസ് ആയിരിക്കും ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബാംബു, കെയിൻ, പാം ഇതൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് ട്രീസിന് എക്സാമ്പിൾ. These trees have limited engineering applications. ഇതങ്ങനെ വൈഡായിട്ട് യൂസ് ചെയ്യാറില്ല. ഇതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആണ് ഉള്ളത്. Then next one is the uses of timber. Timber and uses. For heavy construction works like columns, trusses, piles. ടിമ്പേഴ്സിനെ ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് ആയിട്ടുള്ള കോളത്തിന്റെ കൺസ്ട്രക്ഷൻ, ട്രസ്സസിന്റെ, പൈൽസിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോർ ലൈറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് സച്ച് ആസ് ഡോർസ്, വിൻഡോസ്, ഫ്ലോറിംഗ്, റൂഫിംഗ്. ഇപ്പം നമ്മളുടെ കോമൺ ആയിട്ട് നമ്മളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുത്താലും ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ്, അതായത് നമ്മുടെ ഡോർസ് കൺസ്ട്രക്ട് ചെയ്യാൻ, വിൻഡോസിന് വേണ്ടിയിട്ട്, ഫ്ലോറിങ്ങിന്, റൂഫിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടിമ്പർ യൂസ് ചെയ്യും. ഫോർ അതർ പെർമനന്റ് വർക്ക്സ് ലൈക്സ് റെയിൽവേ സ്ലീപ്പേഴ്സ്, ഫെൻസിംഗ് പോൾസ്, ഇലക്ട്രിക്കൽ പോൾസ് ആൻഡ് ഗേറ്റ്സ്. പെർമനന്റ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് റെയിൽവേ സ്ലീപ്പേഴ്സിന് വേണ്ടിയിട്ട്, ഫെൻസിങ് പോൾസുകൾ, ഇലക്ട്രിക് പോൾസ്, ഗേറ്റ്സ് അതിനൊക്കെ വേണ്ടിയിട്ടും ഈ ടിമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. Then for temporary works in constructions like scaffolding, centering, shoring and skirting,
പാക്കിംഗ് ഓഫ് ദ മെറ്റീരിയൽസ്. ടെമ്പററി, നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ്റെ അകത്ത് ഒരുപാട് ടെമ്പററി വർക്ക്സ് വരുന്നുണ്ട്. ആ ടെമ്പററി വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ടിമ്പേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും സ്കഫോൾഡിംഗ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പം ആ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്കഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സെൻറ്ററിങ്, ഷോറിങ്, സ്ട്രട്ടിങ്, പാക്കിംഗ് ഓഫ് ദ മെറ്റീരിയൽസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ടിമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോർ ഡെക്കറേറ്റീവ് വർക്ക്സ് ലൈക്ക് ഷോക്കേസസ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഇതുകൂടാതെ തന്നെ ഡെക്കറേറ്റീവ് പേർപ്പസ് ആയിട്ടുള്ള ഷോക്കേസസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫർണിച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. For body works of buses, lorries, trains, boat. Buses, lorries, trains, boatsന്റെ ഒക്കെ ആ ഒരു ബോഡി വർക്ക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. For industrial uses like pulps, used to make papers, cardboards, wall papers, etc. അപ്പോൾ ഈ ടിമ്പർ എന്ന് പറയുന്നത് പൾപ്പ് ഉണ്ടാക്കാനായിട്ട്, ഫോർ മേക്കിംഗ് പേപ്പേഴ്സ്, പേപ്പറുകൾ, കാർഡ്ബോർഡുകൾ, വാൾപേപ്പറിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൾപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു ടിമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. Then the last one is for making sports goods and musical instruments. Musical instrumentsന് വേണ്ടിയിട്ട്, സ്പോർട്സിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സിനൊക്കെ വേണ്ടിയിട്ടും ഈ ടിമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ടിമ്പറിൻ്റെ യൂസസിൽ വരുന്നത്. The next one is the structure of trees. The first is pith. This is the innermost part or core having soft tissues. It is found near about the center of log of timber. Its size varies from 1.5 mm to 10 mm in diameter. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പിത്താണ്. This is the innermost part or core having soft tissue. ഒരു ടിമ്പറിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോർ, ആ ഒരു സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ഒരു പാർട്ടിനെയാണ് പിത്ത് എന്ന് പറയുന്നത്. ഹാവിങ് സോഫ്റ്റ് ടിഷ്യൂസ്, അവിടെ ഉണ്ടാകുന്ന ടിഷ്യൂസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് നിയർ അബൌട്ട് ദ സെന്റർ ഓഫ് ലോഗ് ഓഫ് എ ടിമ്പർ. ആ ലോഗിന്റെ ആ ഒരു സെന്ററിലായിരിക്കും ഈ ഒരു പിത്തിന്റെ പോർഷൻ വരുന്നത്. ഇറ്റ് സൈസ് വേരീസ് ഫ്രം 1.5 to 10 mm in dia. അതിൻ്റെ ഒരു സൈസ് വേരി ചെയ്യുന്നത് 1.5 മുതൽ 10 mm വരെ ഡയയുടെ ആ ഒരു വേരിയേഷൻ ഈ ഒരു പിത്തിന് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. Then the second one is hardwood. The innermost part of tree surrounding the pith is called hardwood. It imparts rigidity of tree and provides strong and durable timber for various engineering purposes. Hardwood എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്നർ പാർട്ട് ഓഫ് എ ട്രീ സറൗണ്ടിങ് ദ പിത്ത്. നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ടിമ്പറിന്റെ, ഒരു ട്രീയുടെ ഏറ്റവും സെൻട്രൽ പോർഷനിൽ വരുന്ന ആ ഒരു കോർ പാർട്ടിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് പിത്ത് എന്ന് പറയുന്നത്. ദെൻ ആ പിത്തിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഇന്നർ പാർട്ടിനെ പറയുന്ന പേരാണ് ഹാർഡ്വുഡ്. ഇറ്റ് ഇംപാർട്ട്സ് റിജിഡിറ്റി ടു ദ ട്രീ. ട്രീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹാർഡ്വുഡ് ആണ്. ആൻഡ് പ്രൊവൈഡ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ടിമ്പർ ഫോർ വേരിയസ് എഞ്ചിനീയറിംഗ് പർപ്പസ്. ഒരുപാട് എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ടിമ്പറിനെ ഇവ പ്രൊഡ്യൂസ് ചെയ്യിക്കും. Then next one is the sapwood. It is the area between hardwood and cambium layer. It contains the living cells and takes active part in the growth of tree. It is light in color and weight. അപ്പോൾ നെക്സ്റ്റ് സാപ്വുഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ ഏരിയ ബിറ്റ്വീൻ ഹേർഡ്വുഡ് ആൻഡ് കേംബിയം ലെയർ. ഹേർഡ്വുഡിനും കേംബിയം ലെയറിനും ഇടയിൽ വരുന്ന ആ ഒരു ഏരിയനെയാണ് സാപ്വുഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹേർഡ്വുഡ്, ആ ഒരു ഹേർഡ്വുഡിനും കേംബിയം ലെയറിനും ഇടയിൽ വരുന്ന ആ ഒരു ടൈപ്സ് ഓഫ് ഏരിയയാണ് സാപ്വുഡ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ലിവിങ് സെൽസ്. ലിവിങ് സെൽസ് ഉള്ളത് ഈ ഒരു സാപ്വുഡിലാണ്. ആൻഡ് ടേക്സ് ആക്റ്റീവ് പാൻ ഇൻ ദ ഗ്രോത്ത് ഓഫ് ട്രീ. ഈ ഒരു സാപ്വുഡ് ആ ഒരു പോർഷനിലായിരിക്കും ആ ട്രീസിന്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് അവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ കളർ ആൻഡ് വെയിറ്റ്. ഇത് വളരെ ലൈറ്റ് കളറാണ്, അതേപോലെ വെയിറ്റും വളരെ കുറവാണ്. The next one is cambium layer.
It is the thin layer between sapwood and inner bark. സാപ്വുഡിനും ഇന്നർ ബാർക്കിനും ഇടയിലുള്ള ആ ഒരു ചെറിയൊരു ലെയറിനെയാണ് കേമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സാപ്പ് which has yet to be converted to the sapwood. അപ്പം ഒരു തിൻ ലെയർ, സാപ്വുഡിനും ഇന്നർ ബാർക്കിനും ഇടയിലുള്ള ആ ഒരു ചെറിയ ലെയറിനെയാണ് കേമ്പിയം ലെയർ എന്ന് പറയുന്നത്. The next one is inner bark. It is the inner skin or layer covering the cambium layer. It gives protection to the cambium layer. It is the inner skin. ഒരു ഇന്നർ സ്കിൻ ആണ് ഒരു കേമ്പിയം ലെയർ, ഔട്ടർമോസ്റ്റ് വരുന്ന ആ ഒരു കേമ്പിയം ലെയറിന്റെ ഒരു ഇന്നർ സ്കിന്നിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ, ആ ഒരു കേമ്പിയം ലെയറിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഔട്ടർ ബാർക്ക്. ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ട്രീ. ആ ട്രീയുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് നമ്മൾ കാണുന്നത്, നമ്മൾ ഒരു ട്രീനെ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു ട്രീനെ കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് കാണുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെ പറയുന്നതാണ് ഔട്ടർ ബാർക്ക്. It consists of cells of wood fiber and it is known as the cortex. ഇതിൽ wood fibers ന്റെ cells ഉണ്ട്, wood fibers ന്റെ cells ഉണ്ട്, അതിനെ പറയുന്നതാണ് cortex. And the next one is medullary rays. These are the thin radial fibers extending from pith to cambium layer. It holds together the annular rings of hardwood and sapwood. One ring is added every year which decides the age of the tree. Okay, these are the radial fibers. ഈ മെഡുലറി റേസ് എന്ന് പറയുന്നത് റേഡിയൽ ഫൈബേഴ്സ് ആണ്, എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു കേമ്പിയം ലെയർ, അതായത് റേഡിയൽ ഫൈബേഴ്സ് ആണ്. അപ്പം ഇവിടാണ് ഒരു പിത്തെങ്കിൽ അവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കുന്ന റേസ് ആയിരിക്കും മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ്സ് ദ ആനുലർ റിങ്സ് ഓഫ് ദ ഹേർട്ട്വുഡ് ആൻഡ് സാപ്വുഡ്. അപ്പം ഈ ഒരു മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ഹോൾഡ് ചെയ്യും ആനുലർ റിങ്സ് ഓഫ് ഹേർട്ട്വുഡിനെയും സാപ്വുഡിന്റെയൊക്കെ ആനുലർ റിങ്സിനെ ഹോൾഡ് ചെയ്യുക എന്നതാണ് ഈ മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ. വൺ റിങ് ഈസ് ആഡഡ് ഇൻ എവറി ഇയർ. ഓരോ വർഷവും ഓരോ റിങ് വീതം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വിച്ച് ഡിസൈഡ്സ് ദ ഏജ് ഓഫ് ട്രീ. ഇവയാണ് ആ ഒരു ട്രീയുടെ ഏജ് എത്രയുണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ എക്സോജീനിയസ് ട്രീസിന്റെ ആ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ആ പാർട്സിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഏറ്റവും സെന്റർ മോസ്റ്റ് ാണ് ഏറ്റവും സെന്ററിലായിട്ട് ഒരു ട്രീയുടെ ഏറ്റവും കോർ പോർഷനിൽ വരുന്ന ആ ഒരു പാർട്ടിനെയാണ് പിത്ത് എന്ന് പറയുന്നത്. ദെൻ ഈ പിത്തിനെ സറൗണ്ട് ചെയ്ത്, ഈ പിത്തിന് ചുറ്റും ആ പിത്തിനെ സറൗണ്ട് ചെയ്ത് വെക്കുന്നതാണ് ഹേർട്ട്വുഡ്. ഹേർട്ട്വുഡ് എന്ന് പറയുന്നത് ഒരു ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെഡ് പോർഷൻ ആണ് ഈ ഒരു ഹേർട്ട്വുഡ്. ഇതെപ്പോഴും ഒരു ഡാർക്ക് കളറിലായിരിക്കും നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ഇതിനെ സറൗണ്ട് ചെയ്ത്, ഈ ഒരു ഹേർട്ട്വുഡിനെ സറൗണ്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ഹേർട്ട്വുഡും കേമ്പിയം ലെയറിനും ഇടയിലായിട്ടുള്ളതാണ് സാപ്വുഡ്. അതായത് ഈ ലെയേഴ്സ്, ഈ ഹേർട്ട്വുഡിനും കേമ്പിയം ലെയറിനും ഇടയിലായിട്ട് വരുന്നതാണ് സാപ്വുഡ്. ഇവിടെ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള ട്രീസിന്റെ ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ നടക്കുന്ന ഒരു റീജിയൻ ആണ് ഈ ഒരു സാപ്വുഡ്. ഇതെപ്പോഴും ഒരു ലൈറ്റ് കളർ ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ കേമ്പിയം ലെയർ. ഒരു കേമ്പിയം ലെയർ ഉണ്ട്. ഈ ഒരു സാപ്വുഡിനും ഇന്നർ ബാർക്കിനും, ഈ ഒരു സാപ്വുഡ്, ഇതാണ് സാപ്വുഡ്, ഇതാണ് ഒരു ട്രീയുടെ ഇന്നർ ബാർക്കായിട്ട് വരുന്നത്. അതിന് ഇടയിൽ വരുന്ന പോർഷനെയാണ് കേമ്പിയം ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇന്നർ ബാർക്ക്. ഇതൊരു ട്രീ, നമ്മൾ കാണുന്ന ഒരു ട്രീയുടെ ആ ഒരു അകത്ത് ഈ ഒരു കേമ്പിയം ലെയറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു ലെയറിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഔട്ടർ ബാർക്ക്. ഔട്ടർ ബാർക്ക് മീൻസ് നമ്മളൊരു ട്രീനെ കാണുമ്പം അതിൻ്റെ ഔട്ടറിലുള്ള ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ദിസ് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ദെൻ മെഡുലറി റേസ്. ഇതാണ് മെഡുലറി റേസ്. അത് പിത്തിൽ നിന്ന് കേമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റേഡിയൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് എൻഡോജീനിയസ് ട്രീസിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്, അതിൻ്റെ പാർട്സ്. Then
നെക്സ്റ്റ് ഈസ് ദ ഡിഫെക്ട്സ് ഇൻ ടിമ്പർ. ഈ ടിമ്പറിൽ പലതരത്തിലുള്ള ഡിഫെക്ട്സുകൾ ടിമ്പറിൽ ഉണ്ടാകാം. അവ എന്തൊക്കെയാണെന്ന്? ഡിഫെക്ട്സ് ഒക്വറിംഗ് ഇൻ ടിമ്പർ ആർ ഗ്രൂപ്പഡ് ഇൻ ടു ദ ഫോളോയിങ് 5 കാറ്റഗറീസ്. മെയിൻലി 5 കാറ്റഗറീസ് ആയിട്ടാണ് ഈ ഡിഫെക്ട്സ് ഇൻ ടിമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ഡിഫെക്ട് ഡ്യൂ ടു കൺവേർഷൻ. ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. ദെൻ ഡ്യൂ ടു ഫഞ്ചിയുടെയൊക്കെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന ഡിഫെക്ട്സ് ഉണ്ട്. ദെൻ ഡിഫെക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സിന്റെ അറ്റാക്ക് മൂലം വരുന്ന ഡിഫെക്ട്സുകൾ ഉണ്ട്. ആൻഡ് ഡിഫെക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ കോസസ്. നാച്ചുറൽ ആയിട്ടുള്ള കോസസ്, റെയിന്, വിൻഡ്, ടെമ്പറേച്ചർ, ഹീറ്റ്, അങ്ങനെ വരുന്ന എഫക്ട്സുകൾ ഉണ്ടാവുന്ന ഡിഫെക്ട്സ് ഉണ്ട്. ഡ്യൂ ടു സീസണിങ്. പ്രോപ്പർ ആയിട്ടുള്ള സീസണിങ് നമ്മൾ ടിമ്പറിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അവിടെ ഡിഫെക്ട്സുകൾ ഉണ്ട്. അങ്ങനെ ഡിഫെക്ട്സിനെ 5 കാറ്റഗറീസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കാറ്റഗറീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ദ ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് 4 ഡിഫെക്ട്സുകളാണ് വരുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ചിപ്പ് മാർക്ക്. The mark or signs placed by the chips on the finished surface of the timber. ഒരു ടിമ്പർ എടുത്തു, അതിൻ്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു സർഫസ്, പ്രോപ്പർലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ സർഫസിൽ എന്തെങ്കിലും മാർക്ക് ഓർ സൈൻസ് പ്ലേസ്ഡ് ബൈ ചിപ്സിന്റെ എന്തെങ്കിലും മാർക്കുകളോ സൈൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിഫെക്ട്സിനെ പറയുന്നതാണ് ചിപ്പ് മാർക്ക്. And the second one is diagonal grain. It is formed due to improper sowing. ഇംപ്രോപ്പർ സോയിങ് കൊണ്ടാണ് ഒരു ഡയഗണൽ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. ടിമ്പർ എടുത്തു, ആ ടിമ്പറിനെ പ്രോപ്പറായിട്ടല്ല സോ ചെയ്യുന്നത്, ആ കണ്ടീഷനിൽ ഉണ്ടാകുന്നതാണ് ഡയഗണൽ ഗ്രെയിൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. And the next one is toned grain. The small depression that is formed due to the ഫോളിങ് ഓഫ് എ ട്രീ. ഒരു ട്രീ ഫോൾ ചെയ്യുമ്പം അതിനുണ്ടാകുന്ന ചെറിയ ഡിപ്രഷൻ, ആ ഒരു ചെറിയ ഡിപ്രഷനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വെയിൻ. The pressure of original rounded surface on the manufactured piece of timber. നമ്മൾ ഈ ടിമ്പറിനെ കട്ട് ചെയ്തു, ആ ട്രീസിനെ കട്ട് ചെയ്തു, ടിമ്പറിനെ മാനുഫാക്ചർ ചെയ്ത പീസിൻ്റെ അകത്ത് ഒറിജിനൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റൗണ്ടഡ് സർഫസ്, ട്രീൻ്റെ ആ ഒരു ഒറിജിനൽ റൗണ്ടഡ് സർഫസിൻ്റെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് വെയിൻ. അപ്പം മെയിൻലി ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് 4 ഡിഫെക്ട്സുകളാണ് വരുന്നത്. ഇവിടെ അതിൻ്റെ ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ചിപ്പ് മാർക്ക് ഡിഫെക്ട്സ്. ഡയഗണൽ ഗ്രെയിൻസ് എന്നാണ് ഈ കാണിച്ചേക്കുന്നത്, ഡയഗണൽ ഗ്രെയിൻസ്. ദെൻ ടോൺ ഗ്രെയിൻ വരുന്നുണ്ട്, ദെൻ വെയിൻ വരുന്നുണ്ട്. ഇത്രയാണ് അവിടെ ഉണ്ടാകുന്ന ഡിഫെക്ട്സുകൾ. Then moving to the next category, that is defects due to fungi. ഫഞ്ചി കൊണ്ടുണ്ടാകുന്ന ഡിഫെക്ട്സ് മെയിൻ ആയിട്ട് വരുന്നത് 2 ഡിഫെക്റ്റുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ റോട്ട്. The certain types of fungi attack on wood and convert it into the dry powder form. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫഞ്ചി അറ്റാക്ക് ആണ്. വുഡിന് ഉണ്ടാകുന്ന ഒരു ഫഞ്ചിയുടെ അറ്റാക്ക് ആണിത്. ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഡ്രൈ പൗഡർ ഫോം. ഈ ഒരു ഡ്രൈ റോട്ട് വരുമ്പം ആ ഒരു വുഡിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡ്രൈ പൗഡർ ഇൻ ദ ഫോം ഓഫ് ഒരു ഡ്രൈ പൗഡർ ആക്കി മാറ്റും. അവിടെ അതാണ് ഈ ഒരു ഡ്രൈ റോട്ടിൽ സംഭവിക്കുന്നത്. ദെൻ ഇവിടെ ഇറ്റ് ഈസ് ഒക്വേഴ്സ് വെൻ ഇത് ഉണ്ടാകുന്നത് നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. എയറിന് ഫ്രീ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തപ്പം, എയറിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഡ്രൈ റൂട്ട് ഉണ്ടാവാറുണ്ട്. അൺസീസൺഡ് സോഫ്റ്റ് വുഡ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ എടുക്കുന്ന സോഫ്റ്റ് വുഡിനെ പ്രോപ്പറായിട്ട് സീസണിങ് ചെയ്തിട്ടില്ല. അൺസീസൺഡ് ആയിട്ടുള്ള സോഫ്റ്റ് വുഡ് ആണെങ്കിൽ നോട്ട് പ്രോപ്പർലി സ്റ്റോർഡ് ആഫ്റ്റർ ഫെല്ലിംഗ്. ഈ ഒരു ട്രീസിനെ കട്ട് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ല, എവിടെയെങ്കിലും കൊണ്ട് തള്ളി കളയുവാണെങ്കിൽ അവിടെ ഈ ഒരു ഡ്രൈ റോട്ട് ഉണ്ടാവും. ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്, പ്രസൻസ് ഓഫ് ഡാംനെസ്. ഇറ്റ് occurs ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ല, ഓർ പ്രസൻസ് ഓഫ് ഡാംനെസ്, എ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വാട്ടർ കണ്ടന്റ്, ഒരു നനവൊക്കെ ആ ഒരു ടിമ്പറിനുണ്ടെങ്കിലും ഈ ഒരു ഡ്രൈ റോട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. Then it is prevented by using well seasoned timber free from sap.
അപ്പോൾ ഈ ഒരു ഡ്രൈ റോട്ട് ഉണ്ടാകുന്നെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വെൽ സീസൺഡ് ടിമ്പർ ഫ്രീ ഫ്രം സാപ്പ്, ഒരു വെൽ സീസൺഡ് ആയിട്ടുള്ള ടിമ്പർ യൂസ് ചെയ്യുക, വിച്ച് ഈസ് ഫ്രീ ഫ്രം സാപ്പ്, വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത, മോയ്സ്ചർ കണ്ടന്റിന്റെ അംശം വളരെ കുറവുള്ള നല്ല സീസൺഡ് ആയിട്ടുള്ള ഒരു ടിമ്പർ യൂസ് ചെയ്യുന്നത് വഴി ഈ ഒരു ഡ്രൈ റോട്ടിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. Then the next category of defect എന്ന് പറയുന്നതാണ് wet rot. Wet rotting. The certain types of fungi causes chemical decomposition of wood and convert the timber into grayish brown color. Certain type of fungi causes chemical decomposition. ചില ഫംഗി ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ, വുഡിന് ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ടാക്കും ആൻഡ് കൺവേർട്ട് ദ ടിമ്പർ, ആ ടിമ്പറിനെ കൺവേർട്ട് ചെയ്ത് ഇൻടു എ ഗ്രേയിഷ് ബ്രൗൺ പൗഡർ, ഒരു ബ്രൗൺ പൗഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ടൈപ്പ് ഓഫ് ഡിഫക്റ്റുകളെയാണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. It occurs due to alternate wet and dry condition. Wet rot എന്ന് പറയുന്ന alternate wet and dry conditions വരുമ്പോൾ ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് റീസൺ ഈസ് unseasoned timber exposed to the rain and wind. ഒരു പ്രോപ്പറായിട്ട് സീസൺ ചെയ്യാത്ത അൺസീസൺഡ് ആയിട്ടുള്ളൊരു ടിമ്പർ ഒരു റെയിനിലോ വിൻഡിലോ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് വെറ്റ് റോട്ട്. Then it is prevented by the well seasoned timber should be used for exterior work. Exterior workന് വേണ്ടിയിട്ട് എപ്പോഴും വെൽ സീസൺഡ് ആയിട്ടുള്ള ഒരു ടിമ്പർ തന്നെ യൂസ് ചെയ്യാം. The timber should be covered by tar or paint for protection against moisture. മോയ്സ്ചറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഈ ഒരു ടിമ്പറിൽ ഒരു ടാർ ഓർ പെയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പെയിന്റ് ചെയ്ത് വെക്കാം. അത്രയാണ് ഈ ഒരു ഡിഫെൻസ് ഡ്യൂ ടു ഫംഗിയിൽ വരുന്നത്. Then the next category of defects is defects due to insects. ഇൻസെക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫെക്ട്സ്. The insects responsible for the decay of timber. ഒരു ഇൻസെക്ട്സ് മൂലം ആ ഒരു ടിമ്പറിന് ഒരു ഡീക്കേ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി അതിൻ്റെ അകത്ത് വരുന്നത് ബീറ്റിൽസ്, മറൈൻ ബേർഡ്സ് ആൻഡ് ടെർമൈറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ആ ഒരു ഇൻസെക്ട്സ്. ഓക്കെ, ഡിഫെക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓരോ ഇൻസെക്ട്സ് മൂലം ഉണ്ടാകുന്ന ഡിഫെക്ട്സ്, ബീറ്റിൽ മൂലം ഉണ്ടാകുന്ന ഡിഫെക്ട്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. മറൈൻ ബോറേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിഫെക്ട്സ് ഇങ്ങനെ ചെറിയ ഹോൾസ് ഒക്കെ അവിടെ മേക്ക് ചെയ്യും. ദെൻ ടെർമൈറ്റ്സ് കൊണ്ടുണ്ടാകുന്ന ഡിഫെക്ട്സ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then next category is the defects due to natural forces. നാച്ചുറൽ ഫോഴ്സസ് കൊണ്ടുണ്ടാകുന്ന ഡിഫെക്ട്സുകൾ. ഫസ്റ്റ് വൺ ഈസ് ഷേക്സ്. These are the cracks which partly or completely separate the fibers of the woods. ഈ ഒരു ഷേക്സ് എന്ന് പറയുന്നത് ഒരു ക്രാക്കുകളാണ്. These are the cracks. ഇതെന്ന് പറയുന്നത് ക്രാക്സ് ആണ് which partly or completely separate the fibers of wood. വുഡിന്റെ ഫൈബേഴ്സിനെ ഒന്നുകിൽ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ അവയെ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഫക്റ്റുകളെയാണ് ഷേക്ക് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഷേക്ക്. ഈ ഷേക്സ് തന്നെ പല ടൈപ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് കപ്പ് ഷേക്ക്. The rupture of tissues occurs in circular direction. ഈ ഒരു കപ്പ് ഷേക്ക് എന്ന് പറയുമ്പം ഈ ഒരു ക്രാക്സ് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു സർക്കുലർ ഡയറക്ഷനിലാണ്. അതാണ്ട് ഇവിടെ കാണിച്ചേക്കുന്നത് പോലെ ഈ ഒരു സർക്കുലർ ഡയറക്ഷനിലാണ് ഈ ഒരു ഡിഫെക്ട്സ് എപ്പോഴും ഉണ്ടാകുന്നത്. സെപ്പറേറ്റ് വൺ ആനുലർ റിംഗ് ഫ്രം അതർ. ഒരു ആനുലർ റിങ്ങിനെ മറ്റൊന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. occur due to non-uniform growth or due to excessive bending during a cyclonic weather. അപ്പം ഇത് ഉണ്ടാകുന്നത് it is occurs due to the non-uniform growth. ഒരു നോൺ യൂണിഫോം ഗ്രോത്ത് കൊണ്ടുണ്ടാകാം ഓർ ഡ്യൂ ടു എക്സസീവ് ബെൻഡിങ് ഡ്യൂറിങ് എ സൈക്ലോണിക് വെതർ. ഒരു സൈക്ലോണിക് വെതറിൽ ഉണ്ടാകുമ്പം ഒരു എക്സസീവ് ബെൻഡിങ് ഉണ്ടെങ്കിലും ഈ ഒരു ഡിഫെക്ട്സ് ഉണ്ടാകാം. അങ്ങനത്തെ ആ ഒരു ഡിഫെക്ട്സിനെയാണ് കപ്പ് ഷേക്സ് എന്ന് പറയുന്നത്. The next one is heart shake.
These are the cracks which extends from the pith to sapwood in the direction of medullary rays. ഇത് heart shakes എന്ന് പറയുന്നത് ഒരു cracks ആണ് that extends from the pith to sapwood. ഈ പിത്തിൽ നിന്ന് sapwood വരെ extend ചെയ്യുന്ന ആ ഒരു ക്രാക്സിനെയാണ് heart shake എന്ന് പറയുന്നത്, which occurs in the direction of a medullary rays. medullary raysന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു heart shakeും ഉണ്ടാകുന്നത്. occurs due to shrinkage of the inner part of tree. ഈ ഒരു heart shake ഉണ്ടാകുന്നത് ഒരു ട്രീയുടെ ഇന്നർ പാർട്ടിൽ ഒരു shrinkage ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു heart shake ഡിഫക്റ്റ് occur ചെയ്യുന്നത്. അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. The next category is ring shake. Ring shake. These are the cup shake which covers the entire ring. ഇതെന്ന് പറയുന്ന ഒരു കപ്പ് ഷേക്ക് ആണ്, അതൊരു എൻറ്റയർ റിംഗിൽ കവർ ചെയ്യുന്നതാണ്. കപ്പ് ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പോർഷനിൽ മാത്രമാണ് ആ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നത്. ഇത് ആ ഒരു ഫുൾ റിങ്, ആ ഒരു എൻറ്റയർ റിങ്ങിന് മുഴുവനായിട്ട് എന്തുണ്ടാകുന്നു, ഒരു ക്രാക്സുകൾ ഉണ്ടാകുന്നു, അതായത് കപ്പ് ഷേക്ക് ഉണ്ടാകുന്നു. അങ്ങനെ വന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഫക്ട്സിനെയാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. Next one is star shake. These are the cracks extending from bark towards the sapwood. ഈ സ്റ്റാർ ഷേക്ക് എന്ന് പറയുമ്പോൾ വിച്ച് എക്സ്റ്റെൻസ് ഫ്രം നമ്മുടെ ബാർക്ക്, ഔട്ടറിലുള്ള ആ ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്കുള്ള ആ ഒരു ഡിഫക്ട്സ്, ഔട്ടറിൽ ആ ഒരു ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക് വരുന്ന ആ ഒരു ഡിഫക്ട്സിനെയാണ്, ആ ഒരു ക്രാക്സുകളെയാണ് സ്റ്റാർ ഷേക്സ് എന്ന് പറയുന്നത്. This is formed due to the extreme heat or severe frost due to growth of trees. ഇത് ഉണ്ടാകുന്നത് it is due to extreme heat or severe frost. എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ്, ഒരുപാട് ഹീറ്റ് വരിക അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റ് വരിക, ആ ഒരു കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റാർ ഷേക്സ് occur ചെയ്യുന്നത്. The defects occurs from bark to sapwood ആയിരിക്കും ആ ഒരു ക്രാക്സ് ഉണ്ടാകുന്നത്. Then next category is radial shakes. Radial shakes. These are the cracks extending from heartwood towards the sapwood. Heartwoodil നിന്ന് sapwoodലേക്ക് extend ചെയ്യുന്നതാണ് ഈ types of cracks എന്ന് പറയുന്നത്. They are similar to star shakes but fine, irregular and numerous. ഈ ഒരു റേഡിയൽ ഷേക്സ് എന്ന് പറയുന്നത് സ്റ്റാർ ഷേക്സുമായിട്ട് സിമിലർ ആണ്, ബട്ട് ദേ ആർ ഫൈൻ, ഇറഗുലർ ആൻഡ് ന്യൂമറസ്. ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇറഗുലർ ആയിട്ടാണ് ഈ ഒരു ഡിഫക്ട്സ് വരുന്നത്. ഇറഗുലർ ആയിട്ടാണ് ആ ഒരു ഷേക്സ് ഉണ്ടാവുന്നത്. occurs when the tree is exposed to the sun for seasoning after being fell down. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഉണ്ടാകുന്നത് ട്രീ ഈസ് എക്സ്പോസ്ഡ് ടു ദ സൺ ഫോർ സീസണിങ്. ഒരു ട്രീനെ കട്ട് ചെയ്തു, ദെൻ ഫോർ ദ സീസണിങ് ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ സണ്ണിൻ്റെ അണ്ടറിൽ അത് കെപ്റ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് ഡിഫക്ട്സുകളെയാണ് റേഡിയൽ ഷേക്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർ ഷേക്സുമായിട്ട് സിമിലർ ആയിട്ടായിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ റിംഗ് ഗാൾസ്.